അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നാ ഒരാളൊന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യോടാ. ശിഖ റിം ടു ആരെങ്കിലും ഷെയർ ചെയ്തോ സ്ക്രീന്? ശിഖ ഷെയർ ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്തോ. ആരെങ്കിലും ഷെയർ ചെയ്തോ, ആരാലും കുഴപ്പമില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ഓക്കേടാ, ഷെയർ ചെയ്തോ. ഇതെന്നാ മാം ട്രയൽ ആണോ മാം ഇത്? ആ ട്രയൽ നോക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞ് തന്നെ ശരിയായിക്കോളും. ഓക്കെ ഓക്കെ. സോ നമ്മൾ ഇതുവരെ ഊപ്സിന്റെ ബാക്കി കുറെ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തല്ലേ. ഇനിയുള്ള കൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. ഓക്കെ, പോളിമോർഫിസം എന്ന് വെച്ചാൽ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് ഒരേ ഫംഗ്ഷൻ തന്നെ അല്ലെങ്കിൽ ഒരേ ബ്ലോക്ക് ഓഫ് കോഡ് തന്നെ മൾട്ടിപ്പിൾ ഫോംസിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. എബിലിറ്റി ടു take more than one form, polymorphism. Ability to take. Are you ma'am? Hello. പറയൂ ശിഖ. മാം സോറി മാം, ഞാൻ ഇപ്പം വന്നതേ ഉള്ളേ. ഞാൻ ഇത് ഓൺലൈനിലായിട്ട് ഞാൻ താഴോട്ട് പോയി. എന്തോ കുഴപ്പമില്ല ശിഖ, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ, പ്രശ്നമില്ല. സ്റ്റാർട്ട് എന്തെങ്കിലും പഠിപ്പിച്ചോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഒന്നുകൂടെ പറയാം. അതായത് പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമുക്ക് ഇനി പെൻഡിങ് ഉള്ളത് കോഴ്സില്. എന്തോ മാം, ഒരു സെക്കൻഡ് ഒന്നും കൂടെ പറഞ്ഞേ. എന്തോ പോളിമോർഫിസം. ഓക്കെ ഓക്കെ അജിത്ര, 1 സെക്കൻഡ്. അജിത്ര, പാക്കേജ് ക്രിയേറ്റ് ചെയ്തോ മാം, അതോ ചെയ്യണോ? പാക്കേജ് ക്രിയേറ്റ് ചെയ്യണ്ട, ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. തിയറി പോർഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് ഇനി ഊപ്സിൽ എടുക്കാനുള്ളത് പോളിമോർഫിസം എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. ആൻഡ് പോളിമോർഫിസം എന്ന് വെച്ചാൽ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. അതായത് ഒന്നിൽ കൂടുതൽ രീതി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോംസിന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ പോളിമോർഫിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് രണ്ട് തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റൺ ടൈം പോളിമോർഫിസം ഉണ്ട്, അതുപോലെ കമ്പൈൽ ടൈം പോളിമോർഫിസവും ഉണ്ട്. 2 types of polymorphism exist: runtime polymorphism and runtime polymorphism. okay, runtime ഉണ്ട്, പിന്നെ compile time polymorphism ഉണ്ട്. compile compile COMPIL E. നമ്മൾ റൺ ടൈം പോളിമോർഫിസം നമ്മൾ ഓൾറെഡി കണ്ടു. ഏതിലാണ്? ഇൻഹെറിറ്റൻസിൽ നമ്മൾ കണ്ട ഒരു ബിഹേവിയർ ഉണ്ടല്ലേ. അതായത് പാരന്റ് ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ കുറെ തവണ കണ്ടു ഇല്ലേ?
അത് തന്നെയാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ ഓക്കെ. സോ ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഇൻഹെറിറ്റൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. applicable only to inheritance. Inheritance. And വേറൊരു കാര്യം കൂടെ എന്താന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിൽ അല്ലെങ്കിൽ ഡാറ്റ അബ്സ്ട്രാക്ഷന്റെ കേസിലും നമ്മൾക്ക് ടു ഇൻഹെറിറ്റൻസ് ഓർ അബ്സ്ട്രാക്ഷൻ. മനസ്സിലായില്ല മാം, എന്തോ? റൺ ടൈം പോളിമോർഫിസം ഇൻഹെറിറ്റൻസിൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷന്റെ സമയത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമ്മൾ ഇതേ കാര്യം ചെയ്തില്ലായിരുന്നോ? അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ എവിടെയാണോ നമുക്ക് ഓവർ റൈറ്റ് ചെയ്തത്? ചൈൽഡിൽ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. സോ ആ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എല്ലാം നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താടാ, നമ്മൾക്ക് എപ്പോഴും ഒരു 2 ക്ലാസ്സസിലായിട്ടാണ് നമ്മളുടെ ഈ ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഒരേ പേരിലുള്ള ഫംഗ്ഷൻ 2 ക്ലാസ്സിൽ വരുമ്പോഴാണ് റൺ ടൈം പോളിമോർഫിസം അപ്ലൈ ചെയ്യുന്നത് അല്ലേ? പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേപോലെ ഒരേ പേരുള്ള ഒരു ഫംഗ്ഷൻ നെയിം വരുമ്പോഴാണ് അവിടെ ഫംഗ്ഷൻ ഓവർ റൈഡിങ് സംഭവിക്കുന്നത് അല്ലേ? അതാണ് അടുത്ത പോയിന്റ്. Functions would be in different classes. Okay. റൺ ടൈം പോളിമോർഫിസം കഴിഞ്ഞു. ഇനി അടുത്ത് കമ്പൈൽ ടൈം പോളിമോർഫിസം. അഗൈൻ ഞാൻ പിന്നെ ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിന്റെ ചെയ്യിക്കണ്ടല്ലോ. ക്ലിയർ അല്ലേ നിങ്ങൾക്കത്? അതെ അതെ. ഓക്കെ. ഇനി കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വെച്ചാൽ ഒരേ ക്ലാസ്സിൽ തന്നെ ഒരു ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ മൾട്ടിപ്പിൾ ഫോംസിനെ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. It is adapting different behaviors using function in the same class. സോ നമ്മൾ പൈത്തണിൽ ഇത് അഡാപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫങ്ഷൻസ് പഠിച്ചപ്പോൾ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് കണ്ടൊന്ന് പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ARGS എന്നൊക്കെ നമ്മൾ കൊടുത്തത് ഓർക്കുന്നുണ്ടോടാ? സ്റ്റാർ ARGS എന്നൊക്കെ നമ്മൾ കൊടുത്തില്ലായിരുന്നോ? അങ്ങനത്തെ ഏതാ നമുക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് വാല്യൂ എന്നൊരു കൺസെപ്റ്റും ഉണ്ട്. ഈ രണ്ട് രീതിയിൽ ഫങ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂനകത്തോ മറ്റോ ആയിരുന്നില്ലേ? ഫങ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂല് നമ്മൾ ഒരു സബ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഫങ്ഷനകത്ത് സ്റ്റാർ ARGS എന്ന് പറഞ്ഞു കൊടുത്തത്. അതായത് നമുക്ക് എത്ര നമ്പർ ഓഫ് വേരിയബിൾസിനെ വേണമെങ്കിലും പാസ് ചെയ്യാമെന്ന് പറഞ്ഞത്. മനസ്സിലായി. ഏതർ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ഫങ്ഷൻസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡിഫോൾട്ട് ഫങ്ഷൻസ് വെച്ച് കൊടുക്കാം. 2 തരത്തിൽ നമുക്ക് ഫങ്ഷൻ ഓവർലോഡിങ്ങിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. It is implemented using
variable length function arguments, variable length functions or default functions. Okay. So ini next നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. ഫംഗ്ഷൻ ഓവർലോഡിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ ടൂബ്സിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. പാക്കേജ് എല്ലാം ഫയലാണ്. ഫയൽ പാക്കേജ് വേണ്ട, ഫയൽ മതി. എനിക്ക് വരാത്ത ഫംഗ്ഷൻ ഓവർലൈ എന്തമ്മ ഫംഗ്ഷൻ ഓവർലോഡിങ് എക്സാമ്പിൾ, ഫംഗ്ഷൻ ഓവർലോഡിങ് എക്സാമ്പിൾ. ഓക്കെ, ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് ഓക്കെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യടാ. ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ഗ്രീറ്റ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ്. ജി ക്യാപ്സ് കൊടുക്കൂ, ജി ക്യാപ്സ് കൊടുക്കൂ. ക്ലാസിന്റെ പേര് ജി ക്യാപ്സ്. ഗ്രീറ്റിംഗ്സ് ആണ് മാം. ഗ്രീറ്റിംഗ്സ്, യെസ്. കോളൻ. ഓക്കേ. ഒരു കാര്യം ചെയ്യൂ, ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും അവിടെ. ഡയാനെ അജിത്രയും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയാട്ടോ. ശിഖയും പറയണേ, 3 പേരും പറയണേ. ഇത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ അല്ലേ? അതെ. സെൽഫ് കഴിഞ്ഞൊരു കോമ ഇടടാ പാരാമീറ്റർ ആയിട്ട്. എന്താ പാസ് ചെയ്യണ്ടേ? ഓക്കെ, പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തോളൂ. നെയിം ഈക്വൽസ് നൺ, എൻ ക്യാപ്സ് കൊടുക്കുക കേട്ടോ. നെയിമിന്റെ എണ്ണോ നണ്ണിന്റെ എണ്ണോ? ഓക്കെ. ഞാനവിടെ കൊടുക്കൂ ഇഫ് നെയിം ടാബ് അടിച്ചോ, എൻ്റർ അടിക്കൂ. പ്രിന്റ്, അപ്പൊ പ്രിന്റ് ചെയ്യേണ്ടത് ഹലോ എന്ന് പറഞ്ഞിട്ട് നെയിം ആണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. ഹലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പാസ് ചെയ്യുന്ന നെയിമിനെ പ്രിന്റ് ചെയ്ത് വരണം. അപ്പൊ എങ്ങനെ കൊടുക്കും? പ്രിന്റ് നെയിം പ്രിന്റ് എനിക്ക് വേണ്ടത് ഇപ്പോ ലെറ്റ്സ് സേ ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ റിൻടു ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഹലോ കോളനകത്ത് ഇട്ട് ദെൻ നെയിം അല്ലേ? യെസ്, എനിക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരണം. ചാറ്റിലിടണം, നോക്കിക്കേ. ഹലോ നമ്മളൊരു സ്ട്രിംഗ് ആക്കി കൊടുത്തിട്ട് കോമ നെയിം, നെയിമിനകത്താണല്ലോ പേര് കിടക്കുന്നത്. കൊടുത്തോളൂ. അജിത്ര ചെയ്യുന്നില്ലേടാ കൂടെ? ഓക്കെ. സോ ഡയാന ചെയ്യുന്നില്ലേ? ഡയാനയ്ക്കും പ്രശ്നമില്ലല്ലോ? ഇങ്ങനെയല്ലേ മാം? അതെ. ഹലോ എന്തെങ്കിലും പേര് കൊടുക്കുക അല്ലേ? അതെ, അങ്ങനെയല്ല. യൂസർ എന്ത് വാല്യൂ പാസ് ചെയ്യുന്നു അതിനെയാണ് എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം നിരഞ്ജന എന്ന് പാസ് ചെയ്ത ഹലോ നിരഞ്ജന എന്ന് പ്രിന്റ് ചെയ്യണം. എല്ലാ തവണയും ഹലോ റിൻടു എന്നല്ല വേണ്ടത്. ഹലോ കൊടുക്കുക, ഹലോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടോ കോമ നെയിം. കറക്റ്റ്. അവിടെ നെയിം കോളിനെടുത്ത് കളഞ്ഞേ. ആവശ്യമില്ല അല്ലേ? യെസ്, അതിന്റെ ആവശ്യമില്ല. അത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണോ മാം? അല്ലല്ല, നീ ഇപ്പൊ ഫസ്റ്റ് നെയിം കോളം ടൈപ്പ് ചെയ്ത് പോയില്ലായിരുന്നോ? അങ്ങനെ. ഓക്കെ, ഇനി എൽസ്
എൽസ് എവിടെയാ കൊടുക്കുന്നേ? ഇൻഡന്റേഷൻ നോക്കൂ, ഒരു ബാക്ക് സ്പേസ് അടിച്ചേ, ഒരു ടാബ്. ഇഫിന്റെ സെയിം അലൈൻമെന്റ് വരട്ടെ. കറക്റ്റ്. എൽസ് ഹലോ, പ്രിന്റ് ഹലോ. എൽസ് കഴിഞ്ഞിട്ട് എന്തോ മാം? പ്രിന്റ് ഹലോ. ഓക്കെ. സേവ് ചെയ്തേടാ. സേവ് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന മുൻപ് ഈ ഗ്രീറ്റിംഗ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാ, ഇതിന്റെ വാല്യൂ പാസ് ചെയ്തോളൂ. ഗ്രീറ്റിംഗ്സ് പിന്നെ ഹലോനെ ഇൻവോക്ക് ചെയ്യണം. ചെയ്തോളൂ. അയ്യോ അതെങ്ങനെയായിരുന്നു ഇപ്പോഴും മറന്നു. എങ്ങനെയാ ഇൻവോക്ക് ചെയ്യുന്നേ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒബ്ജക്ട് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. അതെ. ഹലോ നെക്സ്റ്റ് ടൈം ഈ ഹലോയുടെ അകത്ത് നമുക്കൊന്ന് പാസ് ചെയ്യണ്ടല്ലോ. ഒരെണ്ണം പാസ് ചെയ്ത് കൊടുക്കൂ, ഒരെണ്ണം പാസ് ചെയ്യാതെ കൊടുക്കൂ. ഒരെണ്ണത്തിന് ബോബ് എടുത്ത് റിമൂവ് ചെയ്യൂ. ഡബിൾ കോട്ട്സും റിമൂവ് ചെയ്യൂ. ഓക്കെ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടോ? അല്ലാണ്ട് റൺ ആകുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോ സേവ് ആവൂടാ. ഓക്കെ, പൈത്തണിൽ ഓട്ടോ സേവ് ആണ്. നീ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. എല്ലാവരും എത്തിയോ ഇതുവരെ? എത്തി. ഞാൻ നെക്സ്റ്റ് പറയട്ടെ. റിന്റു ഓക്കെ. അജിത്ര എത്തിയായിരുന്നോടാ? ശിഖ എത്തിയോ? ഡയാന എത്തിയോ? മാം ഒരു മിനിറ്റ്. ഓക്കെ, എത്തട്ടെ. എത്തിയിട്ട് പറയൂ കേട്ടോ. മാം ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു റെക്കോർഡിങ്സ് അയക്കാമോ മാം? അത് വീഡിയോ ആയിട്ട് ഞാൻ അയക്കാം. ആക്ച്വലി എന്താ അറിയോ, കുറെ വീഡിയോസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. എല്ലാവരും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ് അല്ലേ. അല്ല അത് വരുവാണെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വരുമ്പോ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ നേരം ഇരിക്കുവോ അതിന്റെ പുറകെ. ഞാൻ തരാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇവിടെ ഇപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോ നോക്കി, ആദ്യം ഹലോ ബോബ് എന്ന് വന്നു, പിന്നെ ഹലോ എന്ന് വന്നല്ലേ. ഒരു തവണ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ടൈം നമ്മൾ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്തില്ല അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ നമ്മളുടെ ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ രണ്ട് ഫോം എടുക്കുവല്ലേ ചെയ്തത്. അത് വിത്ത് പാരാമീറ്റർ ആൻഡ് വിത്തൗട്ട് പാരാമീറ്റർ അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് മാറാം, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ബീങ് പാസ്ഡ് മാറാം. നമ്മുടെ കേസിൽ നമുക്ക് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ബീങ് പാസ്ഡ് എന്ന് പറയുന്നത് പൈത്തന്റെ കേസ് അത്ര തന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ എന്താ പറയാ, പൈത്തൺ ഇന്റർപ്രറ്റർ തന്നെയല്ലേ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നേ ഡാറ്റ ടൈപ്പിനെ. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഫംഗ്ഷൻ ഓവർലോഡിങ് പൈത്തണിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? മാം ഒന്നുകൂടെ പറയാമോ? യെസ്. പോളിമോർഫിസം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഫോംസ് ഒരു ഫംഗ്ഷൻ എടുക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പൈത്തണിൽ മൾട്ടിപ്പിൾ ഫോംസ് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഈ എക്സാമ്പിളിൽ നോക്കിയാൽ ലൈറ്റ് നമ്പർ 8 ബോബ് എന്ന വാല്യൂ പാസ് ചെയ്തു, അതായത് ഒരു പാരാമീറ്റർ ഉണ്ട്. ലൈൻ നമ്പർ 9 0 പാരാമീറ്റേഴ്സ് ആണ് അല്ലേ.
ഈ രണ്ട് സിനാരിയോയിലും കോഡ് ബ്രേക്ക് ആവാതെ അതിന്റെ അക്കോർഡിംഗ് എക്സിക്യൂട്ട് ചെയ്തു അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഊപ്സ് കോൺസെപ്റ്റ് ഉള്ളത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഈ അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും ഒക്കെ ഒരു ടെസ്റ്റർ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണോ? അബ്സ്ട്രാക്ഷനും ഡാറ്റ എൻക്യാപ്സുലേഷൻ ഇമ്പോർട്ടന്റ് അല്ല, ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിംഗിൾ ലെവൽ. സിംഗിൾ ലെവൽ, അതെ. മൾട്ടി ലെവൽ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് പക്ഷെ നമുക്കൊരു ഇന്റർവ്യൂ സൈഡ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? അറിഞ്ഞിരിക്കണം, അതെ അതെ. ഓക്കെ ഓക്കെ. കാരണം എന്താ വെച്ചാൽ നിങ്ങളിത് നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങൾ വെക്കുമ്പോൾ പൈത്തൺ പ്ലസ് സെലീനിയം അല്ലേ വെക്കുന്നേ? അപ്പൊ ബേസിക് നോളജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക നിങ്ങളോട്. പ്രോഗ്രാം ചോദിക്കാൻ ചാൻസ് കുറവാ. കൂടുതലും കൺസെപ്റ്റ്സ് ആയിരിക്കും ചോദിക്കുക. ബിക്കോസ് ഡെവലപ്പേഴ്സിനല്ലല്ലോ. അല്ല, ഞാനൊരു സംശയം. ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഓട്ടോമേഷൻ സൈഡിനകത്ത് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർ പ്രോഗ്രാമിംഗ് ചോദിക്കാൻ ചാൻസ് ഇല്ല. പ്രോഗ്രാം അല്ല ചോദിക്കുക, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സെലീനിയത്തിലേക്ക് എടുക്കുമ്പോൾ ടെസ്റ്റ് കേസസ് എഴുതും. ആ ടെസ്റ്റ് കേസസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് കേസ് എഴുതാനായിരിക്കും നിങ്ങളോട് ഇന്റർവ്യൂസിൽ ചോദിക്കുക. മനസ്സിലായോ? പൈത്തൺ കോഡ് നിങ്ങളെ കൊണ്ട് എഴുതിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഒരു പൈത്തൺ ഡെവലപ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നൊക്കെ ചോദിക്കും. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് യൂസിങ് പൈത്തൺ സെലീനിയം എന്ന നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക പൈത്തണിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ചോദിക്കുക സെലീനിയത്തിന്റെ ബേസിക്സ് ചോദിക്കും. എന്നിട്ട് സെലീനിയത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കും. സെലീനിയത്തിൽ നമ്മൾ പൈത്തൺ വെച്ചിട്ട് എങ്ങനെയാണ് കോഡ് എഴുതണമെന്നുള്ളത് അല്ലേ? അതെ അതെ, കറക്റ്റ്. അപ്പൊ ഒരു പറയും, ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ആപ്ലിക്കേഷനിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേജ് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് തരൂ, ടെസ്റ്റ് കേസ് ഇതാണ്, ടെസ്റ്റ് കേസ് തരും നമുക്ക്, അത് നമ്മൾ എഴുതണം. ഓക്കെ ഓക്കെ, അങ്ങനെ. ഓക്കെ, അതിപ്പോ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും സെയിം ആയിരിക്കും. ബിക്കോസ് കമ്പനീസിന് അതല്ലേ ആവശ്യമുള്ളത്. ഓക്കെ. ഞാൻ ഓർത്തോണ്ടിരുന്നത് നമ്മൾ ഇതിന്റെ A to Z ഇവര് നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. കാരണം ഇത് നിങ്ങളെ കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നോർമലി കമ്പനീസ് ചെയ്യിക്കത്തില്ല. മനസ്സിലായി മാം. ഇനി നിങ്ങളൊരു സ്ട്രെസ് ഇന്റർവ്യൂലൊക്കെ കൊണ്ടുവന്നിടുമ്പോ ചിലപ്പോ ചോദിക്കാട്ടോ. അവരപ്പം ഒരു വെബ്സൈറ്റ് തന്നിട്ടാണോ അതോ ഒരു സെനാരിയോ തന്നിട്ടാണോ നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് ഒരു സിനാരിയോ ടെസ്റ്റ് കേസ് തരും നിങ്ങൾക്ക്. ഒരു വെബ് ആപ്ലിക്കേഷൻ തരും. ഈ വെബ് ആപ്ലിക്കേഷനിൽ ഞാൻ തരുന്ന സ്പെസിഫിക് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യൂ എന്നാണ് പറയാ. ഓക്കേ, ക്ലിയർ ആണോ? ഓക്കെ. സോ ഞാൻ ഇതുവരെ എടുത്ത് ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടോ? ഞാൻ പിന്നെ ചോദിക്കാൻ കാരണം ഇന്ന് നമ്മൾക്ക് ആകെ 2 ടോപ്പിക്സ് ഉള്ളൂ എടുക്കാൻ. 2 ടോപ്പിക്സ് പിന്നെ ഗിറ്റ് ഹബ്, അത്രേ നമുക്ക് ഇതിൽ എടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ എന്ന്. 2 ടോപ്പിക്കോ? ഒരു കാര്യം ചെയ്യോ, ഞാൻ ഇന്ന് ബാക്കി ടോപ്പിക്സ് എടുക്കും. അപ്പൊ ആ ടോപ്പിക്സും കൂടി എടുത്തതിന്റെ ശേഷം ഇന്നൊന്ന് നോക്കുക, ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കണം കേട്ടോ. ഓക്കെ അല്ലേടാ? അത് മതി. ഓക്കെ, സോ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്ററപ്ഷൻ വന്നിട്ട് നിങ്ങളുടെ എൻറ്റയർ ടെസ്റ്റ് സ്ക്രിപ്റ്റ് നിങ്ങളുടെ എൻറ്റയർ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും കമ്പാരിസൺ എറർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ എൻറ്റയർ കോഡ് സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സെപ്ഷൻസ്. അതായത് നമ്മളുടെ എൻറ്റയർ കോഡിന്റെ എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എറേഴ്സിനെയാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? എൻറ്റയർ കോഡ് ഒരു എറർ വന്നിട്ട് ബ്ലോക്ക് ആവുന്ന കേസ് അല്ലേ? ബ്ലോക്ക് ആവുകയാണ്.
പിന്നെ Accept. ഈ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ബാക്കി ഫർദർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സോ അങ്ങനെയുള്ള സിനാരിയോസിനെ ഒഴിവാക്കാനായിട്ട് ഈ എക്സെപ്ഷൻസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾക്ക് പൈത്തണിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട എല്ലാ ലാംഗ്വേജസിലും ഒരു കൺസെപ്റ്റ് ഉണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ എക്സെപ്ഷൻസ് എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. യൂസർ ഡിഫൈൻഡും ഉണ്ട്, അതുപോലെ ബിൽട്ട് ഇന്നും ഉണ്ട്. ഓക്കെ, ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ള പോർഷൻസ് ഞാൻ നോട്ട്സ് ആക്കി തരാം. ഓക്കെ, നോട്ട്സ് ആക്കിയത് എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ആ നോട്ട്സിൽ കൂടെ ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്താൽ മതി. അത് എൻറ്റയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതായത് നിങ്ങളൊരു ഇന്റർവ്യൂന്നെല്ലാം പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പാകത്തിനായിട്ട് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം കേട്ടോ. എക്സെപ്ഷൻ ഹാൻഡ്ലിങ് മാം, ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, അതായത് എക്സെപ്ഷൻ ഇങ്ങനെ വരുന്നത് കോഡ് ക്രാഷ് ആവുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുന്നത്, എക്സിറ്റ് ആവുന്നത്, അത് ബിക്കോസ് ഓഫ് നമ്മുടെ കോഡിങ്ങിനകത്ത് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ചില ലോജിക്കൽ എറേഴ്സ് ആവാം. അതായത് ലെറ്റ്സ് സേ നമ്മളിപ്പോ ഒരു ഡിവിഷന്റെ കോഡ് ചെയ്തെന്ന് വിചാരിക്കൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോ ഡിവിഷന്റെ കോഡ് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ്, ജസ്റ്റ് എനിക്കൊരു കോള് വരുന്നുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യുന്നില്ല. തസ്ലീമ, ഞാൻ സെഷനിലാണ്, ഒരു 12 കഴിഞ്ഞ് വിളിക്കോ? ഓക്കെ, സോ അതായത് ലെറ്റ്സ് സേ നിങ്ങളിപ്പോ ഒരു ഡിവിഷന്റെ ഒരു കോഡ് എഴുതി വിചാരിക്കൂ. അതായത് 2 നമ്പേഴ്സ് യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കുന്നു, ഡിവിഷൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കോഡ്. സോ ലെറ്റ്സ് സേ യൂസർ എൻറ്റർ ചെയ്തിട്ട്, അതായത് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ നമ്പർ 1 നമ്പർ 2 2 നമ്പേഴ്സ് വാങ്ങുന്നുണ്ട്. നമ്പർ 1 ഡിവൈഡഡ് ബൈ നമ്പർ 2 ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു യൂസർ എൻറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്പർ 2 എന്ന് പറഞ്ഞ് 0 എന്ന് എൻറ്റർ ചെയ്തു. നമ്പർ 2 എന്ന് പറഞ്ഞ 0. ഓക്കെ, അപ്പൊ നമ്പർ 1 ബൈ നമ്പർ 2 ഉള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓൾറെഡി ഉണ്ട്. ലെറ്റ്സ് സേ 5 ആണ് ഫസ്റ്റ് നമ്പർ 1. 5 ബൈ 0 ചെയ്തു. 5 ബൈ 0 പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. കാരണം 5 ബൈ ഡിവൈഡഡ് ബൈ 0 മാത്തമാറ്റിക്കലി പോസിബിൾ അല്ല, അല്ലേ? അത് നമ്മളുടെ മിസ്റ്റേക്ക് ആണ്, നമ്മുടെ കോഡിലെ മിസ്റ്റേക്ക് ആണോ ആക്ച്വലി? അല്ല, അതിനാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായടാ? സോ ഇങ്ങനെയുള്ള എറേഴ്സിനെ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഞാനിപ്പോ ഈ പറഞ്ഞത് ഒരു ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു എക്സെപ്ഷനാ, അല്ലേ? അത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊന്നല്ല. പകരം എന്താ പറയാ, ബാക്കി എല്ലാ സിനാരിയോസിലും എന്റെ ഫംഗ്ഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഈ ഒരു സ്പെസിഫിക് ഇൻപുട്ട് വരുമ്പോൾ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അങ്ങനെയുള്ള കുറെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള എക്സെപ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എക്സെപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇത് നമ്മള് ഏത് കോഡ് ചെയ്യുമ്പോഴും നമ്മള് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, എന്തായിരുന്നു അതിന്റെ പേര്? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അത് ചെയ്യണം, അല്ലേ? ചെയ്യണം, അതെ. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്? അതെ മാം. സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ഞാൻ നോട്ട്സ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് സേവ് ചെയ്തോളൂ എല്ലാവരും. ട്രൈ, എക്സെപ്റ്റ്, അതുപോലെ തന്നെ ഫൈനലി 3
കീവേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈ, എക്സെപ്റ്റ് ആൻഡ് ഫൈനലി. ഓക്കെ, എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3 കീവേഡ്സ് ആണ് ട്രൈ, എക്സെപ്റ്റ് ആൻഡ് ഫൈനലി ബ്ലോക്സ്. ട്രൈ, എക്സെപ്റ്റ്, ഫൈനലി അല്ലേ? ഫൈനലി. എൽസ് മാൻഡേറ്ററി അല്ല, ഫൈനലി മാൻഡേറ്ററി അല്ല. ഞാൻ വരാം, അതിലേക്ക് വരാം. സോ ഈ ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്കിന്റെ അകത്താണ് എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള കോഡ് ഞാൻ എഴുതുന്നത്. ഇപ്പൊ നമ്മൾ ഡിവിഷൻ ബൈ സീറോന്റെ എക്സാമ്പിൾ എടുത്താല് അവിടെ ഡിവിഷൻ ബൈ സീറോ എനിക്ക് ആകെ ഒരു ചില സിനാരിയോസിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് അല്ലേ? ഏതൊക്കെ സിനാരിയോസിലാണ് എനിക്കത് വരുന്നത്? എനിക്കത് അതിന്റെ സ്പെസിഫിക് ആയിട്ട് ഡിവിഷൻ, അതായത് ഇപ്പോ num1 by num2 എന്ന് ചെയ്യുന്ന ഒരു ആക്ഷൻ ചെയ്യുമ്പോഴാണ് ആ ഒരു എറർ അടിക്കുന്നത് അല്ലേ? സോ num1 by num2നെ ഞാൻ ഈ ട്രൈ ബ്ലോക്കിന്റെ അകത്ത് ഇടും. ഓക്കെ, എന്നിട്ട് ഞാൻ പറയും പ്ലീസ് എക്സ്പെക്ട് എ ഡിവിഷൻ ബൈ സീറോ എറർ. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ പ്ലീസ് എക്സ്പെക്ട് എ ഡിവിഷൻ ബൈ സീറോ എറർ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡാണ് എക്സെപ്റ്റ്. ക്ലിയർ ആണോടാ? ട്രൈ എന്ന് വെച്ചാൽ നമ്മളുടെ ഏത് കോഡാണോ ഈ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കാൻ കാരണം. ഇപ്പൊ നമ്മുടെ ഡിവിഷൻ ബൈ സീറോന്റെ എക്സാമ്പിൾ എടുത്താല് നമ്പർ 1 by നമ്പർ 2 ചെയ്യുമ്പോഴാണ് ആ ഡിവിഷൻ എറർ വരുന്നത് അല്ലേ? അപ്പൊ ഈ നമ്പർ 1 by നമ്പർ 2വിനെ നമ്മൾ ട്രൈ ബ്ലോക്കിന്റെ അകത്ത് എഴുതും. ആൻഡ് ഇങ്ങനൊരു എക്സെപ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എക്സെപ്റ്റ് എന്ന ബ്ലോക്കിൽ എഴുതുന്നത്. ക്ലിയർ ആണോ? ട്രൈയും എക്സെപ്റ്റും ക്ലിയർ ആണോ? ചെയ്യുമ്പോ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു കാര്യം ചെയ്യടാ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഓപ്സിനകത്താണോ മാം? ഓപ്സിന്റെ അകത്തല്ല, ഓപ്സിന്റെ പുറത്ത്. ഓക്കെ, നമുക്കൊരു ഡിവിഷൻ തന്നെ എടുക്കാം. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യടാ, ഡിവൈഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്ട്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഡി സ്മോൾ കൊടുക്കടാ, ഫംഗ്ഷൻ അല്ലേ? ഓ സോറി, ഞാൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചു. സോറി, ക്ലാസ്. രണ്ട് പാരാമീറ്റേഴ്സ് എടുത്തോളൂ. സെൽഫ് വേണ്ട, ഫംഗ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, സെൽഫ് വേണ്ട. അതുകൊണ്ട് ക്ലാസ്സസിൽ മാത്രം മതി സെൽഫ്. എന്താണ് പാരാമീറ്റർ കൊടുക്കണ്ടേ? നമ്പർ 1 നമ്പർ 2 num1 num2 എന്ന് കൊടുത്തോളൂ. റിട്ടേൺ num1 by num2. എന്നിട്ട് താഴെ വന്നിട്ട് പ്രിന്റ് കൊടുക്കൂ, ഡിവിഷൻ 1,0 കൊടുക്കൂ. പ്രിന്റ് ഇങ്ങനെ ഡിവിഷൻ 1,0 അല്ലേ? num2 0 അല്ലേ? എക്സിക്യൂട്ട് ചെയ്തേ. എറർ അടിച്ചല്ലേ? എന്താണ്? 0 ഡിവിഷൻ എറർ, ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞിട്ട് എറർ അടിച്ചു. നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയി പോയില്ലേ? സോ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് num1, num2 കഴിഞ്ഞിട്ട് മുകളിൽ ലൈൻ നമ്പർ 1 കഴിഞ്ഞ് എൻ്റർ അടിക്കൂ. ട്രൈ കോളൻ താഴെ ടൈപ്പ് ചെയ്തോളൂ. ഇഫ് എൻ്റർ അടിക്കൂ. ഇഫ്
num2 double equals 0. ഉം. Zero. Enter അടിക്കൂ. റേസ് കൊടുക്കൂ. റേസ് സ്പേസ് സീറോ ഡിവിഷൻ എറർ. സീറോ ഡിവിഷൻ എറർ എന്ന് പറയുന്നത് കീവേഡ് ആണ് കേട്ടോ. ഒരു ബ്ലൂ കളറിൽ വന്ന കണ്ടില്ലേ അത്? അതൊരു കീവേഡ് ആണ്. ബ്രാക്കറ്റ്സില് കൊടുത്തോളൂ. ഒരു യൂസർ ഫ്രണ്ട്ലി മെസ്സേജ് കൊടുക്കൂ അവിടെ. ഡിവിഷൻ is not possible with 0 എന്ന് കൊടുത്തോളൂ. Division by 0 is not possible. Okay, is not possible. Is SI അല്ലടാ. സോറി. എനിക്ക് ചില ലെറ്റേഴ്സ് തിരിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, ട്രൈ കഴിഞ്ഞ് ഇനി എൻ്റർ അടിക്കൂ. ഇനി ട്രൈന്റെ അതേ ലൈനിലേക്ക് വരൂ. ട്രൈന്റെ അല്ല, ഇഫിന്റെ അകത്ത് തന്നെ, ഇഫിന്റെ സെയിം ലൈനിലേക്ക് വന്നോളൂ. എന്നിട്ട് അവിടെ റിട്ടേൺ num1 by num2 അതേ ഇഫിന്റെ അതേ അലൈൻമെന്റിലേക്ക് ആക്കിക്കേ. മതി മതി. ഇനി ട്രൈ കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്തോളൂ. num1 by num2 കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 6 കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റർ അടിക്കും. num2 അത് മാറ്റണ്ട. എൻ്റർ അടിക്കും. except 0 division error. Except 0 division error. Third type is print. Exception is caught. Exception is caught, comma E. Exception is caught, comma 0 division error. Double quotes കഴിഞ്ഞിട്ട് 0 division error. Double quotesന്റെ പുറത്ത് comma 0 division error. അല്ലല്ല, നേരത്തെ സജഷൻ വന്നായിരുന്നു 0 division error എന്നുള്ള കൃത്യമായിട്ട് സജഷൻ വന്നായിരുന്നു. ഓക്കെ, നമ്മള് കീവേഡ് ഇവിടെ കൊടുക്കുക അല്ലേ? അതെ, എക്സെപ്ഷന്റെ കീവേഡ് അങ്ങനെ തന്നെ കൊടുക്കുക. ഒന്ന് എൻ്റർ അടിച്ചു, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എക്സെപ്ഷൻ ഈസ് കോട്ട് ക്ലാസ് നൺ അല്ലേ? ഇപ്പൊ കുറച്ചുകൂടെ വൃത്തിക്ക് കിട്ടിയില്ലേ ഔട്ട്പുട്ട്? എറർ അടിക്കാണ്ട് ഇത് പോസിബിൾ അല്ല എന്നുള്ളൊരു സംഗതി. അതെ, പോസിബിൾ അല്ല എന്നുള്ളത് മാത്രം വന്നു അല്ലേ? ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. മാം, ഇത് ശരിക്കും നമുക്ക് കോഡിംഗിൽ ഇമ്പോർട്ടന്റ് ആണോ? ഞാൻ പറയുന്നത് ഡെവലപ്പേഴ്സിന് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല, ടെസ്റ്റേഴ്സ് അധികം യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഡെവലപ്പേഴ്സിന് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ലീസ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കും. ക്ലിയർ അല്ലേ? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ക്ലിയർ ആണോ? സോ അപ്പൊ ഇത് ആക്ച്വലി മാം പിന്നെ എന്താ പറയാ, ലോജിക്കൽ എററിനല്ലേ നമ്മൾ ഈ ട്രൈ ആൻഡ്. അതെ, അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ കോഡിനകത്ത് തന്നെ എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? അത് നമ്മൾ മാനുവലി കറക്റ്റ് ചെയ്യും. അതായത് നമ്മള് ശിഖ ചോദിക്കുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ മുൻപേ റെഡ് ലൈനിൽ കാണിക്കുന്നുണ്ടല്ലേ, അത് നമ്മൾ തന്നെ ബൈ അവർ സെൽഫ് കറക്റ്റ് ചെയ്യാനുള്ള പോലെയാ ചെയ്യാം. അതല്ല,
മാം പറഞ്ഞില്ലായിരുന്നോ ഈ എക്സെപ്ഷൻ നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ലോജിക്കൽ എററും അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള നമ്മൾ ചെയ്തതിൽ നമ്മൾക്ക് ആക്ച്വലി എന്ത് ചെയ്യാമായിരുന്നു, ഇവിടെ ഡയറക്ട്ലി num1 by num2 കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാമായിരുന്നു, ഇഫ് num2 is not equal to 0 എന്ന കണ്ടീഷൻ കൊടുത്ത് എനിക്ക് എഴുതാമായിരുന്നു അല്ലേ? മനസ്സിലായോ? എഗെയിൻ എനിക്ക് എന്റെ കോഡിൽ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാമായിരുന്നു, അത് ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഇഷ്യൂസ് അല്ലേ? ഓക്കെ മനസ്സിലായി. അങ്ങനെ ചെയ്യാമായിരുന്നു. അതായത് അവിടെ ഈ സീറോയെ ഇത് എക്സ്ക്ലൂഡ് ചെയ്യായിരുന്നു. സീറോയെ എക്സ്ക്ലൂഡ് ചെയ്യാമായിരുന്നു. അതെ, അങ്ങനെയുള്ള സിനാരിയോസ് എല്ലാം വരുമ്പോൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ, ഇവിടെ റേസ് എന്നൊരു കീവേഡ് കണ്ടോ? റേസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ, ലെറ്റ്സ് സേ എനിക്കിത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരേണ്ട സമയത്താണ് ഞാൻ ഏത് യൂസ് ചെയ്യുക, റേസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. ഒരു കാര്യം ചെയ്യൂ, ലൈൻ നമ്പർ 7 സീറോ ഡിവിഷൻ എറർ കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ട് ആസ് ഇ എന്ന് ടൈപ്പ് ചെയ്യൂ. ER കൊടുത്തു, കുഴപ്പമില്ല. ഈ സീറോ ഡിവിഷൻ എററിന് പകരം ERR എന്ന് കൊടുത്തേ. അവിടെ സീറോ ഡിവിഷൻ എററിന് പകരം ERR എന്ന് കൊടുക്കൂ ഇവിടെ അല്ലേ? ഓക്കെ, സേവ് ചെയ്തോളൂ, എക്സിക്യൂട്ട് ചെയ്യും. എന്താണ് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കാണാൻ പറ്റി അല്ലേ? അപ്പൊ ഇങ്ങനൊരു മെസ്സേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എന്താണ് എററിന്റെ റീസൺ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ മെസ്സേജ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ റേസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞേ? കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എക്സെപ്ഷൻ മെസ്സേജസിനെ സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനുമാണ് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ്. നമ്മൾക്ക് യൂസർ ഡിഫൈൻഡ് പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. യൂസർ എക്സെപ്ഷൻ ക്രിയേഷൻ ഫോർ customizing the built-in messages of built-in exceptions are created using raise keyword. ഇനി ലെറ്റ്സ് സേ എനിക്കിനി ഇതിൻ്റെ അകത്ത് റേസ് കീവേഡ് ഞാൻ പറഞ്ഞു. എനിക്കിനിപ്പോ ഈ എക്സെപ്ഷൻ ക്യാച്ച് ആയാലും ശരി ഇല്ലെങ്കിലും ശരി എനിക്കൊരു സ്പെസിഫിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, റിഗാർഡ്ലെസ് എക്സെപ്ഷൻ കോട്ട് ആയോ ഇല്ലയോ എനിക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് തരണം, ഡിവിഷൻ ഈസ് ബീങ് പെർഫോംഡ്. ഓക്കെ, എനിക്ക് അവിടെ എക്സെപ്ഷൻ കോട്ട് ആയോ ഇല്ലയോ ഒന്നും എന്നെ മാറ്റർ ചെയ്യത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ആണ് ഫൈനലി എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി പറയാമോ മാം? ഫൈനലി കീവേഡ് is used to execute the steps that need to be performed without considering the
exception being caught or not without considering if the exception is caught or not. ഒരു മിനിറ്റ് മാം. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ മാം. ക്ലിയർ അല്ലേ? ഫൈനലി കീവേഡ് എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റ് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യൂ. എക്സെപ്റ്റ് പ്രിന്റ് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യടാ. ഫൈനലി കോളൻ പ്രിന്റ് ജസ്റ്റ് എന്താണ് ഡിവിഷൻ ഈസ് പെർഫോമിംഗ് എന്നെങ്ങാനും കൊടുക്കൂ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ. ഇനി വാലിഡ് ആയിട്ടുള്ള ഡിവിഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സ് പാസ് ചെയ്തേടാ. 1,0 കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 12 വന്നിട്ട് ഇത് സെയിം തന്നെ, സെയിം റിപ്പീറ്റ് ചെയ്യുക സ്റ്റെപ്പ്. ഡിവിഷൻ അഗെയിൻ ഇൻവോക്ക് ചെയ്യുക. ഇത്തവണ വാലിഡ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് കൊടുക്കുക. മാം പറയുന്ന 1ഉം 0യും അവിടെ കിടക്കട്ടെ, ഇനി ഒരു വാലിഡ് ആയിട്ടുള്ളത് അഗെയിൻ വേറൊരെണ്ണം കൂടെ കൊടുക്കുക. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കടാ. അപ്പൊ ഡിവിഷൻ ഈസ് പെർഫോമിംഗ് എത്ര തവണ പ്രിന്റ് ആയി അവിടെ? 2 തവണ. അതായത് എക്സെപ്ഷൻ ക്യാച്ച് ആയാലും ഇല്ലെങ്കിലും അതങ്ങ് പ്രിന്റ് ആവും അല്ലേ? അങ്ങനെ മനസ്സിലായോ? എക്സെപ്ഷൻ ക്യാച്ച് ആവോണ്ടില്ലോ നോക്കത്തില്ല, അത് പ്രിന്റ് ആവാനുള്ളത് അങ്ങ് പ്രിന്റ് ആയി കിട്ടും. ക്ലിയർ ആയോ ഫൈനലി കീവേഡ്? ശിവകി ക്ലിയർ ആണോ? അജിത്ര, ഡയാന? ശിവ എവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടല്ലോ? ഇല്ല മാം, ക്ലിയർ ആയി. ഓക്കെ, അജിത്ര ക്ലിയർ ആണോടാ? മാം കുഴപ്പമില്ല, ഒന്നുകൂടെ വീഡിയോ കിട്ടുമ്പോ ഒന്നുകൂടെ നോക്കിക്കോളാം. ഓക്കെ, എന്നിട്ട് കിട്ടുന്നില്ല എന്നോട് പറയണം കേട്ടോ. പറയാം മാം, പറയാം. ഡയാനയ്ക്കോ? കിട്ടുന്നുണ്ട് മാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ല മാം, ഒരു കാര്യം ചെയ്യോ, നിങ്ങൾക്ക് ഞാൻ ഇന്ന് എടുത്ത ടോപ്പിക് വരെയുള്ളത് ഒന്ന് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും പോയിന്റിൽ വെച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് പറയാ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നാളെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. സോ ഇന്ന് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്സ് കൂടുതൽ ഓവർലോഡ് ആയിട്ടില്ലല്ലോ? ഇല്ല. സോ ഇനി നമുക്ക് നാളെ ഫയൽ ഹാൻഡ്ലിംഗ് എടുക്കാനുണ്ട്. പിന്നെ